ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് വിശ്വത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ആകെ വിഷമിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്, എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. അപ്പോൾ വിനായകൻ വന്നിട്ട് ഫോൺ താഴ്ച ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ സ്പീക്കറിലിടാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വിവരറിയാൻ വേണ്ടിയിട്ടാണ് വിനായകൻ ആ കള്ളത്തരം ചെയ്യുന്നത്. അങ്ങനെ സ്പീക്കറിലിടുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, സാറേ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തവണ കുടുങ്ങിയിട്ടുള്ളതേ നിൻ്റെ ചേട്ടനാ വിശ്വം എന്ന് പറയാൻ കേട്ടോ. 10 ലക്ഷം രൂപയാണ് കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെ ആകെ ഞെട്ടിപ്പോവുകയാണ്. 10 ലക്ഷം രൂപയോ എന്ന് ചോദിക്കുകയാണ്. അതെ, 10 ലക്ഷം രൂപയാണ് ആ കമ്പനിയിൽ നിന്ന് നിൻ്റെ ചേട്ടൻ അടിച്ച് മാറ്റിയത്. ഇപ്പം ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിടന്ന് മോങ്ങുന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അയാളാണ് പറഞ്ഞത് അച്ഛനെ വിളിച്ച് വിവരം അറിയിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് SI പറയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് എല്ലാവരും ആകെ വിഷമിക്കുകയാണ്. എന്താ മാഷേ കേൾക്കുന്നത്, ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കമലാമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട്, ചതിയാണ് അച്ഛാ, ഇത് ഉറപ്പായിട്ടും ചതിയാണ്, എനിക്കറിയാം. ഇന്നലെ രാത്രിയാണ് എന്നോട് വിശ്വേട്ടൻ അത് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താന്നുള്ള സംഭവം എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജർ വേദര ചേട്ടനാണ് അച്ഛാ, ഇത് ഉറപ്പായിട്ടും ചതി തന്നെയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. വേദയും ഇത് കേട്ട് ആകെ ഞെട്ടിത്തരിക്കുകയാണേ. അപ്പോൾ വേദ ചോദിക്കുന്നത്, എന്താ ശ്രീചേട്ടൻ എന്തീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, ആഹാ അത് കൊള്ളാം, അപ്പോൾ എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ, നീയും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നിൻ്റെ ചേട്ടൻ്റെ കമ്പനിയാണെന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതുവരെ ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ് കേട്ടോ വേദ. പിന്നെ കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, നീ പോയിട്ട് ആ കാറിൻ്റെ ക്ലച്ച് ഒന്ന് ശരിയാക്കടാ, എനിക്കിന്ന് വയ്യ, അതൊന്നും എനിക്ക് ശരിയാക്കാൻ പറ്റില്ല എന്നൊക്കെ വിക്രം പറയുകയാണേ. അപ്പോൾ ജോസഫ് പറയും, രാജേട്ടൻ ഇല്ലാത്ത സമയത്ത് നല്ലോണം പണിയെടുത്തിരുന്നോളാം, ഇപ്പോൾ കണ്ടില്ലേ ഭയങ്കര മടിയനായി, സജീവനോട് പറഞ്ഞിട്ട് വേറൊരാളെ നോക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണേ. അപ്പോഴേക്കും വിക്രത്തിൻ്റെ ഫോണിലേക്ക് ശ്രീജേടത്തി വിളിക്കുകയാണ്. അപ്പോൾ ശ്രീജേടത്തിൻ്റെ നമ്പർ കാണുമ്പോൾ വിക്രം ഫോൺ എടുത്തിട്ട് എന്താ ശ്രീജേടത്തി പതിവില്ലാതെയും ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രീജ കരയാണ് കേട്ടോ. എന്താ കരയണമെന്ന് ചോദിക്കുന്നു. വിക്രം, എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, വിശ്വേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. വിശ്വേട്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തു? അതെ, വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് എന്ന് പറയണേ. 10 ലക്ഷം രൂപയെ 10 രൂപ പോലും ഒരാളുടെ നിന്ന് എടുക്കാത്ത വിശ്വേട്ടൻ 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നോ? എന്താ ശ്രീചേർത്തി പറയുന്നത്? അതെ വിക്രം, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇതൊരു ചതിയാണ് വിക്രം. ചതിയോ? എന്ത് ചതി? അത് വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജർ വേദരാങ്ങളെ ശ്രീകാന്താണെന്ന് പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ വിക്രം ആകെ ഞെട്ടിത്തരിക. എടുത്ത് എന്തീ പറയുന്നത്? അതേ വിക്രം, ഇന്നലെ രാത്രിയാണ് എന്നോട് വിശ്വേട്ടൻ ഇതൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത്. ഏട്ടത്തി വിഷമിക്കാതിരിക്കും, ഞാൻ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ. അപ്പോൾ രാജേട്ടൻ ചോദിക്കുക, എന്താ സംഭവം? വിശ്വേട്ടൻ 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കമ്പനിയിലെ മാനേജർ കേസ് കൊടുത്തിട്ട് വിശ്വേട്ടനെ അറസ്റ്റ് ചെയ്തെന്ന് പറയും. അപ്പോൾ 10 ലക്ഷം രൂപ കണ്ടാൽ തന്നെ അത് ബോധം കെട്ട് വീഴും എന്ന് അനിയൻകുട്ടി പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇതിൽ വേറൊരു ചതിയുണ്ട്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ വേദരാങ്ങളെയാണ് ഇതിൻ്റെ മാനേജർ എന്ന് പറയുമ്പോൾ ജോസഫ് പറയും, ആഹാ, അപ്പോൾ പണി പാലും വെള്ളത്തിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയും. അങ്ങനെ വിക്രം സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ കാണിക്കുന്ന മാഷ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വിനായകനെ വിളിച്ച് ചോദിക്കുകയാണ്, നീയല്ലേ വിനായക ആ കമ്പനിയിൽ വിശ്വത്തിന് ജോലി വാങ്ങിച്ചു കൊടുത്തത്? നിനക്ക് ഈ കമ്പനിയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു? ഇല്ല അച്ഛാ, എനിക്കറിയില്ലായിരുന്നു, എൻ്റെ ഒരു ക്ലയൻറ്റാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന്. അത് ഞാനിവിടെ വിശ്വേട്ടൻ വന്ന് പറഞ്ഞെന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ മാനേജർ ആരാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് വിനായകൻ പറയാണ്. അപ്പോൾ വിനായകനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല കേട്ടോ നന്ദിനിക്ക്. നന്ദിനി ഇങ്ങനെ രൂക്ഷമായിട്ട് വിനായകനെ നോക്കുന്നുണ്ട്. അങ്ങനെ മാഷ് പോകുകയാണ് കേട്ടോ സ്റ്റേഷനിലേക്ക്. ഇത് കഴിഞ്ഞ ശേഷം നന്ദിനി ആണെന്നുണ്ടെങ്കിൽ വേദനമെത്തിക്ക് തട്ടിക്കയറാണ്. അതെ, ശരിയാണ്, വിനായകേട്ടന് ഇതൊന്നും അറിയില്ലായിരിക്കും, പക്ഷേ അറിയാവുന്ന ഒരാളുണ്ട്, ഈ വേദ, ഇവൾക്ക് എല്ലാതും അറിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ വേദ പറയുന്നുണ്ട്, നന്ദിനി അടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്, ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നത് വരെ ഇങ്ങനൊരു കമ്പനിയുമായിട്ടൊരു ബന്ധവും ശ്രീയേട്ടന് ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവരെല്ലാവരും പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നതെന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീജയൻ പറയുന്നുണ്ട്, എനിക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, വിശ്വേട്ടനും മുമ്പ് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ നന്ദിനി പറയും, ഇതൊക്കെ ഇവളുടെ കള്ളത്തരാണ് എന്ന് പറയും, ഇവൾക്കും പങ്കുണ്ടെന്ന് പറയും. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ആഹാ, നന്ദിനി അല്ല വേദ പറയാണ്, ആഹാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ജോലി ഏൽപ്പിച്ചു കൊടുത്തത് വിനായകൻ ചേട്ടനല്ലേ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുണ്ടായിട്ടുള്ളത് വിനായകൻ ചേട്ടനായിരിക്കും എന്ന് പറയാണ്. വിനായകേട്ടൻ എന്ത് പങ്കെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, കമ്പനിയുടെ മാനേജർ ശ്രീയേട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടി നിൽക്കാൻ വിനയേട്ടൻ തയ്യാറായതാണെങ്കിലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി, ആഹാ, നീ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണോ എന്ന് ചോദിക്കണേ.
എന്നിട്ട് കമലാമ്മയുടെ അടുത്ത് വന്നിട്ട് വേദ പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ സത്യമായിട്ടും എനിക്ക് ഒരു ബന്ധവുമില്ല, അത് എല്ലാവരും വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. പിന്നീട് നന്ദിനി വിനായകനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, വിനയേട്ടാ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പങ്കൊന്നുമില്ലല്ലോ, ആ കമ്പനിയിലെ മാനേജർ ശ്രീകാന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരുന്നു? എനിക്കതൊന്നും അറിയില്ലായിരുന്നു, നീ വിഷമിക്കാതിരിക്കും, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയും. അല്ല, ഞാനിപ്പോൾ അവളെടുത്തിട്ട് അലക്കിയതിനേക്കാൾ ഇരട്ടിയായിട്ട് ഇവിടെയുള്ളവർ എന്നെ എടുത്തിട്ട് അലക്കും, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്നത് മാഷ് സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. മാഷിൻ്റെ പിന്നിൽ കൂടെ തന്നെ വിക്രം വണ്ടിയിൽ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വിശ്വത്തിനെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ വിശ്വമാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചും ടെൻഷൻ അടിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോഴേക്കും വിശ്വൻ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ, അച്ഛ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാഷിങ്ങനെ നോക്കുമ്പോൾ മാഷിക്ക് വല്ലാത്ത സങ്കടമാവാണ് കേട്ടോ. വിശ്വ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരനോട് ചോദിക്കും, പോലീസുകാരൻ മാഷോട് ചോദിക്കും, വന്നാ നിങ്ങൾ? കള്ളൻ്റെ അച്ഛനാണല്ലോ വന്നിരിക്കുന്നത്, 10 ലക്ഷമാണ് മോഷ്ടിച്ചിട്ടുള്ളത്, കുറച്ചൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് വിശ്വനോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്പെക്ടറോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സാബുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാബു പറയും, അവരോട് സംസാരിച്ചിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ വിശ്വൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല അച്ഛാ, ഞാൻ ആ പണം മോഷ്ടിച്ചിട്ടില്ല അച്ഛാ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണേ. അപ്പോൾ വിശ്വനോട് മാഷ് പറയുന്നുണ്ട്, വിശ്വം, എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, നീ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് തന്നെ പറയുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വിശ്വേട്ടൻ ഇങ്ങനെ വിഷമിക്കാതിരിക്കും, വിശ്വേട്ടൻ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം, അതെന്തായാലും തെളിയുക തന്നെ ചെയ്യും എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ വിക്രം ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്നൊന്ന് തെളിച്ച് പറയാൻ പറയും. അങ്ങനെ വിശ്വനാണെന്നുണ്ടെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ വിക്രത്തിനോട് പറയുകയാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, എന്താ വിശ്വേട്ട ഇത്, അവളുടെ ഏട്ടനാണ് ഈ കമ്പനിയിലെ മാനേജർ എന്ന് അറിയുമ്പോൾ തന്നെ ആ ജോലി വേണ്ടാന്ന് വെച്ചുകൂടായിരുന്നു ചോദിക്കുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഈ ഒരു ജോലിയും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ, എന്തോരം ആഗ്രഹിച്ചിട്ടൊരു ജോലി കിട്ടിയതാണ്, പിന്നെ അവരെന്നോട് യാതൊരു വിധത്തിലുള്ള വിഷമവും കാണിച്ചിരുന്നില്ല എന്ന് പറയും. അപ്പോൾ തന്നപ്പോൾ പണി ഏറ്റവും ലാസ്റ്റ് നല്ല രീതിയിൽ തന്നെ തന്നല്ലോ എന്നൊക്കെ പറയുകയാണേ. അതിനുശേഷം SIയെ കാണാനായിട്ട് വരികയാണ് കേട്ടോ വിക്രമും മാഷും കൂടിയിട്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഒരാൾ ഗുണ്ട, ഒരാൾ കള്ളൻ, ഇനി അച്ഛൻ എന്താണാവോ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. സാറേ, മര്യാദയ്ക്ക് സംസാരിച്ചോളെന്ന് പറയുമ്പോൾ വിക്രമിനെ അയാൾ ചീത്ത പറയാണ് കേട്ടോ. നീയാടോ എന്നോട് മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ വിക്രം, ഒന്ന് മിണ്ടാതിരിക്കും, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് മാഷ് പറയുകയാണേ. അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സാറേ, ഒരിക്കലും വിശ്വം അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല എന്ന് പറയുകയാണേ. തെറ്റ് ചെയ്യൂല എന്ന് തന്നെ എല്ലാവരും പറയാം, പക്ഷെ ചെയ്തു പോയ തെറ്റ് ഇനി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 10 ലക്ഷമാണ് പോയിരിക്കുന്നത്. ഇവൻ്റെ അളിയൻ ശ്രീകാന്ത് സാറാണ് ഇവിടെ കേസ് തന്നിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ തെളിയിച്ചോ, ഇനിയിപ്പോൾ എന്തായാലും കേസ് കോടതിയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെ തിരിമറികളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ശ്രീകാന്ത് സാറിനെ കണ്ട് ഞാനായിട്ട് പറഞ്ഞ് 10 ലക്ഷം തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് നിങ്ങൾ അവനെ ഇറക്കിക്കോ, എനിക്കതിലൊരു യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ പൊക്കോ, ഇനി ബാക്കിയുള്ള കാര്യം പിന്നീട് ആലോചിക്കാമെന്ന് പറയുകയാണേ. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ വിശ്വം പ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ അച്ഛനൊന്നും മിണ്ടാതെ പോകണാണ്, പച്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ മാഷ് ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് വിശ്വത്തിന് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എത്ര ഫലം തരുന്ന മരമാണെന്നുണ്ടെങ്കിൽ പുരയ്ക്കും മീതെ വളഞ്ഞ വെട്ടിക്കളയണമെന്ന് പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്തില്ല, അന്ന് ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ നീ അത് അനുഭവിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. വിക്രത്തിനെ ഉദ്ദേശിച്ചാണ് മാഷ അങ്ങനെ പറയണത്. അപ്പോൾ വിക്രം ഇങ്ങനെ മാഷയെ വിഷമത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, വിക്രം ഇങ്ങനെ പോകാൻ പോകുമ്പോൾ വിശ്വം വിളിക്കുന്നുണ്ട്, വിക്രം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിശ്വട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഇതെനിക്കിട്ട് തന്ന പണിയാണ്, പക്ഷേ അതിൽ അനുഭവിക്കേണ്ടി വന്നത് വിശ്വേട്ടനാണെന്ന് മാത്രം. വിശ്വേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. വിശ്വേട്ടൻ ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല, ഇത് ഞാൻ പറയുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകും. വിനായകനാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷും വരുന്നുണ്ട്, വിക്രവും വരുന്നുണ്ട്. അപ്പോൾ എന്തായി മാഷേന്ന് ചോദിച്ചിട്ട് കമലാമ്മയും ശ്രീജയും ഒക്കെ ഓടി വരികയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇത്ര വലിയ തുകയല്ലേ എടുത്തെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, പാവം ആദ്യമായിട്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്, ആകെ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് മാഷ് പറയുകയാണ്. ഇത് കണ്ടിട്ട് ശ്രീജയും കമലാമ്മൊക്കെ ആകെ വിഷമിച്ച് കരയാണ്. അപ്പോൾ
വിനായകനോട് മാഷ് ചോദിക്കുന്നുണ്ട്, വിനായക നീയല്ലേ അയാൾ ജോലി ഏൽപ്പിച്ചു കൊടുത്തത്, നിനക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇവളുടെ ആങ്ങളരെ കമ്പനിയാണ് അതെന്ന് അറിയുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ചതി പ്രതീക്ഷിക്കേണ്ടായിരുന്നു ശ്രീജേടത്തി എന്താ ഇങ്ങനെ മുന്നും പിന്നെ ചിന്തിക്കാതെ ഈ ഒരു ജോലിയിലേക്ക് വിശ്വനെ പറഞ്ഞയച്ചത്. വിശ്വന് ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ ഇതിന് മാനേജർ ആരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ ഇങ്ങനെ ഒരു ജോലിക്ക് ചെന്ന് ചാടാനായിട്ട്. ചതി ഉറപ്പാണെന്ന് അറിഞ്ഞൂടെ ഇവിടെ വീട്ടുകാരാണെങ്കിൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീജ പറയും, ഇതുവരെയും വിശ്വേട്ടൻ അത് അറിയില്ലായിരുന്നു വിക്രം, ഇന്നലെ രാത്രിയാണ് വിശ്വേട്ടൻ അത് എന്നോട് പറഞ്ഞത് എന്ന് പറയും. ആ ശരിയാണ്, ഇവളുടെ ചേട്ടൻ അതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഈ ജോലി വേണ്ടാന്ന് വെക്കണമായിരുന്നു. ഒരു ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയും. അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ ഇങ്ങനെ നിൽക്കുകയാണേ. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിനായകൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ശ്രീജ പറയുന്നുണ്ട്, പിന്നെ ഈ ഒരു ജോലി ഏൽപ്പിച്ച് തന്നത് വിനായകനല്ലേ, വിനായകനായതുകൊണ്ടാണ് മറ്റൊന്നും ചിന്തിക്കാതെ വിശ്വേട്ടൻ ഈ ഒരു ജോലിയിലേക്ക് ചെന്ന് കയറിയത്. ഇതിൻ്റെ മാനേജർ ആരാണെന്ന് അങ്ങനെയാണെന്നൊന്നും ഞാൻ വിശ്വേട്ടനും അന്വേഷിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ ഒരു ക്ലയൻറ്റാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന്, അത്രമാത്രമേ അറിയുള്ളൂ. വേദരാങ്ങള ശ്രീകാന്താണ് ഇതിൻ്റെ മാനേജർ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, സത്യമായിട്ടും അറിയില്ലായിരുന്നു എന്ന് ഇങ്ങനെ വിനായകൻ പറയുകയാണ്. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇവളുടെ വീട്ടുകാരല്ലേ ചതിക്കുന്നു 100% ഉറപ്പാണെന്ന് പറയുമ്പോൾ മാഷ് പറയും, അവളുടെ വീട്ടുകാർ ചതിക്കാനുണ്ടായ കാരണം എന്താണ്, അത് നീയല്ലേ, നീ നിൻ്റെ തോന്നിയ പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത് കൊണ്ടല്ലേ ഈ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, എല്ലാത്തിൻ്റെയും മൂല കാരണം നീ തന്നെയാണ്, നീ ഒരുത്തനാണ് ഈ വീട്ടിലുള്ളവരിങ്ങനെ തീ തീറ്റിക്കുന്നതെന്നൊക്കെ മാഷ് ഇങ്ങനെ പറയാനിട്ട്. അപ്പോൾ കമലാൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, എങ്ങനെയെങ്കിലും വിശ്വത്തിന് പുറത്തിറക്കാൻ നോക്കാം, അതല്ലേ ഇനി ആദ്യം ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും വേദ പറയാണ്, ഈ ഒരു കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ട, വിശ്വേട്ടനെ കുടിക്കിയത് ശ്രീയേട്ടനാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ തന്നെ സത്യം പുറത്ത് കൊണ്ടുവരും, ഞാൻ തന്നെ വിശ്വേട്ടനെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്